എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. രാവിലെ എഴുന്നേറ്റിട്ട് കാപ്പിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ആദ്യം ചെയ്തത് ഹെയർ ഡൈ ചെയ്യുന്ന ആ ഒരു ടാസ്ക്കാണ്. ഭയങ്കര മടിയാണ് ചെയ്യാനായിട്ട്. പക്ഷെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വശത്തൊക്കെ കുറച്ചധികം തന്നെ നരപ്പ് കാണും. ഇത്രയും നാളും പപ്പയ്ക്ക് ഏതായാലും അത് ചെയ്യേണ്ടിയിരുന്നില്ല. പപ്പയുടെ നരപ്പിനൊരു പ്രത്യേകതയുള്ള നരപ്പാണ്. അത് അത്ര വൃത്തികേടായിട്ട് എനിക്ക് തോന്നാറുമില്ല. പക്ഷേ എൻ്റെ നരപ്പെന്ന് പറയുമ്പോൾ എനിക്കെന്തോ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നുന്ന ഒരു നരപ്പാണ് എൻ്റെത്. അപ്പോൾ പപ്പ ഏതായാലും കല്യാണത്തിനോട് ബന്ധിച്ച് തലമുടി ഡൈ ചെയ്ത് മീശ ഡൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിയും ഈ ഡൈ എന്നുള്ള ആ ഒരു കുരുക്കിലേക്ക് വന്ന് വീണെന്ന് വേണം പറയാനായിട്ട്. അപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളത് അവിടെ വെച്ചിട്ടുണ്ട്. പപ്പ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ശരിക്കും പപ്പ ഡൈ ചെയ്യാതെ നടന്നപ്പോൾ എനിക്ക് ഒരുപാട് മനസ്സിലൊരു അസൂയായിരുന്നു. ഈ പുള്ളിക്ക് ഡൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ആ നാച്ചുറലായിട്ട് തന്നെ ഒരു ഭംഗിക്കുറവെന്നൊന്നും പറയാനില്ല, അങ്ങനെ നടക്കുന്നുണ്ട്. എനിക്കാണല്ലോ ഇങ്ങനെ ഞാൻ ഡൈയുടെ ഒരു കുരുക്കിൽപ്പെട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഈ ഇത് കണ്ടോ, ഇത് ഐസ് പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇതുപോലെ അങ്ങോട്ട് നീക്കി അറ്റത്തേക്ക് വെച്ച് കഴിയുന്ന സാധനത്തിലൊക്കെ ഐസ് ഉണ്ടാകും. അതെന്താണെന്ന് എനിക്കറിയില്ല. ഫ്രിഡ്ജിൻ്റെ വില കേടാണെന്ന് പോലും ഞാൻ ഓർക്കാറുണ്ട്. ഫ്രിഡ്ജിൻ്റെ അകത്ത് ഐസ് വരുമ്പോഴേ പാലൊക്കെ കട്ടിയായിട്ടായിരിക്കണത്. നമ്മൾ ചിൽട്രയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പകുതി ഭാഗമൊക്കെ കല്ലുപോലെയൊക്കെ ആയി പോകുന്നുണ്ട്, ചിൽട്രയിൽ പോലും. അങ്ങനെ നിങ്ങൾക്കുണ്ടോ ഫ്രിഡ്ജിൽ എന്നൊന്ന് പറയണേ. ഞാൻ എപ്പോഴും വിചാരിക്കും വല്ല കേടാണ് ഇങ്ങനെ അകത്ത് ഫ്രിഡ്ജിനകത്തിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ ആകാൻ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലേ, അങ്ങനെ ഹെയർ ഡൈ ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നല്ല, മോളുടെ വീട്ടിലേക്ക് പോകേണ്ട ഒരു ദിവസമാണെന്ന്. അപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ പോണത്. അത് പെട്ടെന്ന് ഇങ്ങനെ എടുത്തൊരു തീരുമാനവുമായിരുന്നു. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പെട്ടെന്നാണ് പോണത്. തലേ ദിവസമാണ് പറയണത്, പിറ്റേ ദിവസം വരാം എന്നുള്ളത്. അപ്പം ഇല്ലേ, നമ്മുടെ ഈ ഒരു ചോപ്പറിൻ്റെ ചാർജ് തീർന്നതെന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ചാർജ് തീരുമ്പോൾ ഞാൻ പറയാമെന്ന്. അപ്പോൾ ഇന്നാണ് ചോപ്പറിൻ്റെ ചാർജ് തീർന്ന ദിവസം. അപ്പോൾ അത് ചാർജ് ചെയ്യാനായിട്ട് കുത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജറിലാണ് ഞാനിത് കുത്തിയിട്ടേക്കണത്. കാരണം ഇതിൻ്റെ ചാർജർ അവിടെ നിന്ന് വെച്ചെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. കാരണം അത് റയൻ്റെ കയ്യിൽ, റയനായിരുന്നു അത് ചാർജ് ചെയ്തൊക്കെ തന്നത്. അപ്പോൾ അത് എവിടെയാണ് വെച്ചതെന്നുള്ളത് കാണുന്നില്ല. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഏത് ചാർജറും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഫെബ്രുവരി 20-ാം തീയതിയാണ് നമ്മൾ ചാർജ് ചെയ്തത് കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത്ര നാൾ നിന്നെന്ന് കറക്റ്റായിട്ട് പറയാമെന്ന്. ഫെബ്രുവരി 20-ാം തീയതിയാണ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 24-ാം തീയതിയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു 21-ന് എന്തോ എടുത്ത വീഡിയോ ആയിരുന്നു. ആ സമയത്ത് 21-ാം തീയതി എന്തോ എടുത്ത വീഡിയോ നമ്മൾ 20-ാം തീയതി തന്നെ ചാർജ് ഫുള്ള് കയറ്റിയിട്ടിട്ടായിരുന്നു പിന്നെ വീഡിയോ ഒക്കെ എടുത്തതും 24-ാം തീയതി അപ്ലോഡ് ചെയ്തതും. അപ്പോൾ അങ്ങനെ ഫെബ്രുവരി തുടങ്ങിയിട്ട് മാർച്ച്, ഏപ്രിൽ, ഇപ്പോൾ മെയ്, 3 മാസം, കറക്റ്റ് 3 മാസമായി അതിൽ ചാർജ് ചെയ്തിട്ട്. അത്രയും നമ്മൾ അതിനെ ചീരത്തോരനൊക്കെ ചെയ്തില്ലേ, ഒരുപാട് ഇട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒരുപാട് ഇട്ട് അതിൽ മിക്ക ദിവസങ്ങളിലും അതിൽ പണി നമ്മൾ ചെയ്യാറുമുണ്ട്. ഈ 3 മാസം കഴിഞ്ഞപ്പോഴാണ് ചാർജ് പോയേക്കുന്നത് കേട്ടോ. അങ്ങനെ അത് ചാർജൊക്കെ ചെയ്ത് സെറ്റാക്കി. അപ്പോൾ ഇന്ന് മുട്ടക്കറിയും ചപ്പാത്തി, ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എൻ്റെ വീഡിയോ വർക്കുള്ളതുകൊണ്ട് റിച്ചാർഡ് വന്നതുകൊണ്ടും കൂടി ചേർന്നാണ്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വർക്ക് പണ്ടേ ഉള്ളതാണ്. പക്ഷേ റിച്ചാർഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേയധികം തിരക്കായി രാവിലെ. അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇരുന്ന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ പറഞ്ഞായിരുന്നല്ല, പുട്ടും പഴവും അങ്ങനെയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് എളുപ്പത്തിൽ. ഇന്നിപ്പോൾ എന്തായാലും ഇത്തിരി ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ചപ്പാത്തി റയനുള്ള സമയത്ത് ഒരുപാട് ഉണ്ടാക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി കഴിക്കാനായിട്ട്. അപ്പോൾ അത് അവന് ഇഷ്ടമുള്ളതുകൊണ്ട് അവന് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്കുമൊക്കെ കഴിക്കാമായിരുന്നു. ഇപ്പോൾ റിച്ചാർഡ് അത്ര വലിയ താല്പര്യമൊന്നുമില്ല ചപ്പാത്തി കഴിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു സ്റ്റാൻഡ് മിക്സർ വെറുതെ അവിടെ ഇരിക്കണേ, എടുത്ത് മാറ്റണമെന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നും. അവിടെ ഒരു സ്ഥലം കിട്ടുമല്ലോ. മറ്റേത് എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ സ്റ്റാൻഡ് മിക്സർ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ മുട്ടക്കറിയിൽ തക്കാളി ഇല്ലാത്തത് കൊണ്ട് ഇത്തിരി
സോസാണ് കേട്ടോ. സോസ് ഇട്ടാലും നല്ല ടേസ്റ്റാണ് ഈ ഒരു മുട്ടക്കറിക്ക്. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും, പച്ചമുളക് ഞാൻ കീറിയിട്ടത്, മറ്റുള്ളത് സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ല ചോപ്പ് ചെയ്തപ്പോൾ ഏകദേശം തീർന്നു പോയല്ല. ചാർജ് തീർന്നപ്പോൾ ബാക്കിയുള്ളത് കൈ കൊണ്ട് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ കുഴക്കാൻ നമ്മളവിടെ വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്ന് കുഴച്ചോളൂല്ലോ. ആ നേരത്തെ നമുക്ക് കറിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ അത് നല്ലതായിട്ട് തന്നെ ഒരുവിധം കളറ് മാറി മൂപ്പിച്ചെടുത്തിട്ടാണ് അതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇടാറില്ല. അത്ര ഇട്ടിട്ടാണ് നമ്മൾ മൂപ്പിച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് വെച്ചേക്കണേ, ആ സവാളയൊക്കെ വെന്ത് കുറുകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആ കറി ഇറക്കുന്ന സമയത്ത് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത്, അല്ലെന്നുണ്ടെങ്കിൽ പാക്കറ്റ് പാൽ അതൊഴിച്ചിട്ട് അതൊഴിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല ക്രീമി ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കുഴക്കൽ കഴിയുമ്പോഴത്തേക്കും ഇല്ലേ, അതിൻ്റെ മോൾ വശത്തേക്കൊക്കെ ഈ ഡോ ചെന്നിട്ട് തട്ടി അവിടെയൊക്കെ സ്റ്റിക്കി ആയിട്ട് ഇരിക്കും. അപ്പോൾ അതപ്പം തന്നെ തുടച്ച് കളഞ്ഞില്ലെങ്കിൽ ഉണങ്ങിപ്പോകും കൂടെ, പിന്നെ ബുദ്ധിമുട്ടാണ് തുടക്കാൻ. അതുകൊണ്ട് വേഗം അതിൻ്റെ അടിവശമൊക്കെ, ആ ബ്ലേഡ് വെക്കണതിൻ്റെ അടിവശമുണ്ട്, ഹുക്ക് ഇടുന്ന അടിവശമൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് അത് റെഡിയാക്കി അവിടെ വെച്ച്. പിന്നെ ഇനി നമുക്ക് അത് കുറച്ചധികം നേരം ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. ചപ്പാത്തിയുടെ മാവോടെ ഒരുപാട് നേരം മൂടി വെച്ച് അത് കഴിഞ്ഞിട്ട് പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ ഇന്ന് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന അന്ന് കാലത്തിട്ട വീഡിയോ എന്ന് പറഞ്ഞത് കുക്കറിൻ്റെ ആ റിവ്യൂ വീഡിയോ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്ന് വീഡിയോ ചെയ്യേണ്ട കാര്യം ഉണ്ടാകുന്നില്ല. അതിൻ്റെ റിവ്യൂ വീഡിയോ നേരത്തെ തന്നെ നമ്മൾ എടുത്തിട്ട് അവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നേരത്തെ എടുക്കും. അപ്പം അന്നത്തെ ദിവസം വീഡിയോ വർക്ക് ഉണ്ടായിരുന്നില്ല ശരിക്കും. അപ്പോൾ സമയം കിട്ടി, രാവിലെ ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പണിയുണ്ടല്ലോ, ഈ ചപ്പാത്തി പരത്തലും ചുടലും ഒക്കെ പണിയുണ്ട്, തിരക്കിനിടയിലൊന്നും പറ്റൂല. അപ്പോൾ മുട്ട ഇന്ന് ബോയിൽ ചെയ്യാനായിട്ട് ഞാൻ മുട്ട ബോയിലറൊന്നും എടുത്തിട്ട് വന്നില്ല. പുട്ടുകൊടത്തിൽ തന്നെ മുട്ട ബോയിൽ ചെയ്ത്, ഒരു മുട്ട ഇവിടെ റൂബിക്കും വെച്ചിട്ടുണ്ട്. പക്ഷേ റൂബി അത് കഴിച്ചില്ല, അത് കളഞ്ഞു. ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ മറന്നുപോയി, അങ്ങനെ ആ മുട്ട കളയുകയും ചെയ്തത് മറന്നുപോയി. കൊടുത്തിട്ട് അവൾ കഴിച്ചില്ല. അപ്പം ഞാനതവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ അത് ഫ്രിഡ്ജിലോട്ട് വെച്ചില്ലായിരുന്നു, അതെടുത്ത് കളയുകയും ചെയ്തു. അങ്ങനെ ഒരു മുട്ട വെറുതെ പോയി, കറിയിലിട്ടാൽ മതിയായിരുന്നെന്ന് ഞാൻ വിചാരിച്ചു പോയത്. അപ്പോൾ അങ്ങനെ മുട്ടക്കറിയും ചപ്പാത്തി, റിച്ചാന് നല്ല ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ ഇത്. ഇതുപോലെ പശുമ്പാൽ ഒഴിച്ചിട്ട് വെക്കണ കറി റിച്ചാന് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോൾ റിച്ചാനെ എങ്ങോട്ടും പോകണ്ട, അതുകൊണ്ട് രാവിലെ താൻ ഒറ്റക്ക് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ വാരി തന്നെ കൊടുത്തിട്ടാണ് വേഗം തീർക്കുന്നത്, അല്ലെങ്കിൽ ടൈം എടുക്കും പുള്ളി കഴിച്ച് തീർക്കുമ്പോൾ. അപ്പോൾ ഞാൻ പപ്പയും റിച്ചാർഡും കഴിച്ച് റിച്ചാന് നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ ബാക്കി ചപ്പാത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ഇനിയിപ്പോൾ കഴിക്കാൻ വഴിയില്ല, അപ്പോൾ നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം എന്ന് വിചാരിച്ച് വേഗം ക്ലിങ് റാപ്പ് ചെയ്തിട്ട് എടുത്ത് വെക്കണേ. ക്ലിങ് റാപ്പിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഭയങ്കര സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. നമ്മളൊരു കണ്ടെയ്നറിൽ എയർ ടൈറ്റായിട്ട് വെച്ചാൽ പോലും ചപ്പാത്തി അത്ര വൃത്തിക്ക് ഇരിക്കില്ല. 4ആയിട്ടൊക്കെ മടക്കി വെക്കുന്ന ചപ്പാത്തി നിവർത്തുമ്പോൾ 4 പീസായിട്ട് ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോണ കാണാം. സോഫ്റ്റ് ആണെങ്കിൽ പോലും ചപ്പാത്തി ഇങ്ങനെ വിട്ട് പീസസ് ആയി പോവും. അപ്പോൾ ഇതാകുമ്പോൾ നല്ല നമ്മൾ ഉണ്ടാക്കി അതേപോലെ തന്നെ ചൂടാക്കുമ്പോൾ കിട്ടും. അപ്പോൾ അങ്ങനെ ക്ലിങ് റാപ്പിൽ ഇട്ടിട്ട് അതൊക്കെ മാറ്റി, പിന്നെ ഈ പറഞ്ഞ പോലെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച്. പിന്നെ ഇന്ന് അധികം പാചകമെന്ന് പറയാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ഇത്തിരി കടല നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല ഫ്രിഡ്ജിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആ കടല വേഗം ഒന്ന് താളിച്ചെടുക്കാം, ഇത്തിരി പച്ചമോര് കാച്ചാം. ഇപ്പം ഞാൻ പപ്പയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കറികൾ ഇനിയിപ്പോൾ അങ്ങോട്ട് വെക്കൂല, കാരണം ഇനി നമ്മൾ തിരക്കായതുകൊണ്ട് കറികളൊക്കെ വെച്ച് നിൽക്കുമ്പോൾ നമുക്ക് മറ്റുള്ള ഒരു ജോലികളും ചെയ്യാൻ പറ്റാതെ പോകും. അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയിട്ട് ഒന്നാമത് റിച്ചാർഡുള്ളതുകൊണ്ട് അവനെന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി എനിക്ക് ഈ ഒരു സമയത്ത് നടക്കൂല. അപ്പോൾ പപ്പാക്ക് പിന്നെ എന്താണെങ്കിലും അപ്പോൾ ഓക്കെ എന്ന് പറയൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കടലക്ക് വേണ്ടി താളിക്കാനായിട്ട് ചെറിയുള്ളിട്ട് താളിക്കാമെന്ന് വിചാരിച്ച്. കടല ചുമ്മാ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചേക്കുന്ന കടലയാണ്. നമ്മൾ പുട്ടിൻ്റെ കൂടെ കടലക്കറി ഉണ്ടാക്കിയപ്പോൾ അന്ന് വേവിച്ച കടലയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഒന്ന് അരിഞ്ഞ് താളിച്ചൊക്കെ എടുത്തിട്ട്
കുറച്ച് മസാലപ്പൊടികൾ. ചില സമയത്ത് ഞാൻ മുളക് പൊടി മാത്രം ഇട്ടിട്ടും കടല നല്ല ഡ്രൈ ആയിട്ടെടുക്കും, അതും നല്ല ടേസ്റ്റാണ്. ഗരം മസാല അങ്ങനെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല, കുരുമുളക് പൊടി അതൊന്നും ഇടാതെ മുളക് പൊടിയിൽ മാത്രമാകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഏതായാലും ഇത്തിരി ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കണത് കേട്ടോ. ഒന്നാമത് ഈ ഒരു പാത്രത്തോട് ഞാൻ അങ്ങനെ എടുത്തിട്ട് പോകുന്നത്, ഈ ഒരു പാത്രത്തിൽ നമുക്ക് മറ്റേ ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്ന സംഭവമൊന്നും ശരിയാവില്ല. അതിന് നമുക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ തന്നെയാണ് നല്ലത്. അപ്പോൾ ഏതായാലും ഇതെടുത്ത സ്ഥിതിക്ക് സാധാരണ പോലത്തെ ഒരു കടലക്കറി വെക്കാമെന്ന് വിചാരിച്ച് ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് കുക്കറിൽ വെച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ റിച്ചാർഡും ചോറുണ്ണാൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കലത്തിൽ തന്നെ വീണ്ടും അരി ഇട്ടത്. പക്ഷേ ഇത് വേസ്റ്റായിപ്പോയി, വെറുതെ ഒരുപാട് ചോറ് ബാക്കി വന്നു. അപ്പം ഞാൻ മുന്നേ കൂട്ടി മോളുടെ മമ്മിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ തവണ ഒരു പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി, നമ്മൾ കഴിക്കാത്ത ഫുഡൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അതുപോലെ ആയാൽ നമുക്ക് കഴിക്കാൻ പറ്റൂല, പിന്നെ ഒരു വിഷമമാകും. അതുകൊണ്ടൊന്നും തന്നെ ഉണ്ടാക്കണ്ട, എന്തെങ്കിലും സ്നാക്സ് മാത്രം മതി, അത് മേടിച്ചിട്ടൊക്കെ പഫ്സ്, കട്ട്ലറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി, കൂടുതലായിട്ടൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ അവിടെ ചെന്നപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിച്ചാർഡ് ചിക്കൻ മാത്രം കഴിക്കുള്ളല്ലോ എന്ന് ചോദിച്ചാൽ അവർ ചിക്കൻ കട്ട്ലറ്റും ചിക്കൻ്റെ കറികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പപ്പ ബീഫേ കഴിക്കുകയുള്ളൂ, അപ്പോൾ ബീഫ് കട്ട്ലറ്റും ബീഫ് കറികൾ അങ്ങനെ എല്ലാ സാധനങ്ങളും അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കടലയും ആ പച്ചമുളകും റെഡിയാക്കി വെച്ച്, പിന്നെ നമ്മുടെ റിച്ചാർഡിന് ഇതിൽ ചിക്കൻ എടുത്തിട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് അരച്ച് ചേർക്കണമായിരുന്നു. കാരണം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാനിപ്പോൾ ചെയ്ത് വെക്കണേ ഇല്ല. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയുടെ കൂട്ടത്തിൽ മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല അത് ഇട്ടിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് അരച്ച്, പിന്നെ ഇനി ഇതിനകത്തേക്ക് നമ്മൾക്ക് അടുത്ത കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. അത് അരക്കേണ്ട ആവശ്യമില്ല. ചില്ലി ഫ്ലേക്സും മുഴുവൻ പെരുംജീരകവും അത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു മുട്ട. അപ്പോൾ ഞാനൊരു മുട്ട എടുത്തവിടെ വെച്ചിട്ടുണ്ട്, പക്ഷേ അത് അധികമാണ്, അതുകൊണ്ട് ഞാനതിൻ്റെ മഞ്ഞ മാത്രമേ എടുക്കണുള്ളൂ. അപ്പോൾ വെള്ളം എനിക്ക് വേറെ കാര്യങ്ങൾക്ക് എടുക്കാം, മഞ്ഞയിട്ട് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു മഞ്ഞ മാത്രം ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത്, ഇനി നമ്മൾക്ക് ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഇത്തിരി കോൺഫ്ലവർ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം, അതാണ് നല്ലത്. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ ക്ലീനിങ്ങും മറ്റുള്ള തുടക്കലടിക്കലൊക്കെ ചെയ്യാൻ പോയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നില്ല, ഇത് മോളുടെ വീട്ടിലേക്ക് പോണ ദിവസമാണെന്ന് പറഞ്ഞായിരുന്നല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധികാരികമായിട്ട് റിച്ചാർഡ് മോളെ പെണ്ണ് കാണാൻ പോയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് റിച്ചാർഡും പെണ്ണും തമ്മിൽ കാണാതെയാണ് നമ്മൾ കല്യാണം ഉറപ്പിച്ചതെന്നുള്ളത്. ഇപ്പോൾ റിച്ചാർഡ് പെണ്ണും കൂടി തന്നെ പല സ്ഥലങ്ങളിലും അത്യാവശ്യം പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. എല്ലാമാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആധികാരികമായിട്ടൊരു പെണ്ണ് കാണലും പിന്നെ നമ്മൾ കല്യാണം വിളിക്കേണ്ട ഒരു സംഭവങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാനും എപ്പോഴാണ് കല്യാണം വിളിക്കുക എന്നൊക്കെയുള്ളത്. അപ്പോൾ കല്യാണം വിളി തുടങ്ങുന്നത് എപ്പോഴാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ റിച്ചാർഡ് ഇത്രയും ദിവസം ഫ്രീ അല്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് പോകാൻ പറ്റാതിരുന്നത്. റിച്ചാർഡിന് കോഴ്സ് ഉണ്ടായിരുന്നു, പ്രീ കാന കോഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ ഒക്കെ അങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നേരം പോയില്ല, വരണ്ടേ ചെല്ലണ്ടേ എന്നുള്ളൊരിതിൽ പെട്ടെന്ന് നമ്മൾ തിങ്കളാഴ്ച മകളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞ് എപ്പോഴാണ് വരണമെന്ന് വെച്ചപ്പോൾ റിച്ചാർഡ് ഇനിയിപ്പോൾ താമസിപ്പിക്കണ്ട, കാരണം കല്യാണം വിളിയൊക്കെ തുടങ്ങാനുള്ള സമയമായ സ്ഥിതിക്ക് നാളെ തന്നെ കൂടി വന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെറിയൊരു ബൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കാൻ ആ ഒരു സമയം നമുക്ക് കിട്ടിയില്ല. ഒരു കാര്യം ചെയ്തെടുക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് വരുത്താനാ ഒക്കെയുള്ള ഒരു സംഭവം കിട്ടില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഗിഫ്റ്റ് ഹാമ്പേഴ്സിൻ്റെയൊക്കെ ഒരുപാട് ചെയ്യുന്ന ആളുകളുടെ പേജസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടതല്ലാതെ നമുക്ക് ഇപ്പോൾ ഓർഡർ ചെയ്യാനുള്ളൊരു ഇതൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ചോറുണ്ട് കഴിഞ്ഞിട്ട് പോയി നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും നോക്കാം എന്നും പറഞ്ഞിട്ട് ഞാനും റിച്ചാർഡും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ പപ്പയാണെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ച ചെയ്തുകൊണ്ട് പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ അതേ പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വിട്ടിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഇത് റൂബി കുഞ്ഞിനെ ഫ്രിഡ്ജിൽ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ ആവശ്യത്തിനുള്ളത് എടുത്ത്, അപ്പോൾ അതും കൂടി അവൾക്ക് കൊടുക്കണം. പിന്നെ ഇന്ന് റൂബി കുഞ്ഞിനെയും കൊണ്ട് പോകാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. റൂബി കുഞ്ഞിനെയും കൊണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ റൂബി കുഞ്ഞും പറഞ്ഞുകൊണ്ട് നമുക്കൊരു സമാധാനമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ രാത്രി സമയം അവളെ ഒറ്റക്ക്, കാരണം ഞങ്ങൾ വൈകുന്നേരമാണ് പറഞ്ഞാൽ ഇരുട്ടും വരുമ്പോൾ, അപ്പോൾ റൂബി കുഞ്ഞ് ഒറ്റക്ക് കിടക്കണ്ടേ എന്നുള്ളൊരു വിഷമം നമ്മൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അവർ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂബി കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകുന്നു. അങ്ങനെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് കുറച്ച് സവാളയും കൂടിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് പിന്നെ അത് എല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. അങ്ങനെ വേഗം ഫുഡും കഴിച്ചിട്ട് അതേപോലെ തന്നെ ഞാൻ ഷോപ്പ് ആൻഡ് സേവിലേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിന് ഒരു ഷോൾ ഉണ്ട് യെല്ലോ കളറിൽ. ആ ഷോൾ ഞാൻ ഇവിടെ വെച്ചൊന്ന് നോക്കിയിട്ട് കണ്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ ആ ഷോളും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു വൃത്തികേടുകൾ മറച്ചിട്ട് പോകാറുണ്ട്. കാരണം ഞാൻ വേർത്ത് കുളിച്ച് ആകെ ഒട്ടി നിൽക്കണേണ്. എങ്കിൽ തന്നെയും പോയി വന്ന് കഴിഞ്ഞിട്ട് വീണ്ടും കുളിക്കണ്ടേ. അപ്പോൾ പോകുമ്പോഴത്തേക്കും കുളിച്ച് ഡ്രസ്സ് മാറാം. ഇപ്പം ഇനി കുളിച്ച് കഴിഞ്ഞ് വേറൊരു ഡ്രസ്സ് ഇട്ടാൽ നേരവും പോകും. അങ്ങനെ വേഗം ഇങ്ങോട്ട് പോയ പോക്കാണ് കേട്ടോ. എങ്കിലും കുഴപ്പമൊന്നുമില്ല, പുറത്തിടാൻ പറ്റിയ ഡ്രസ്സ് തന്നെയാണ്. പിന്നെ ഈ ഷോള് കിട്ടിയില്ല, കണ്ടില്ല, അതെവിടെയോ കൊണ്ടുപോയി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ വീട്ടിലിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടുമ്പോൾ ഷോളുകൾ പിന്നെ ഞാൻ സൂക്ഷിച്ച് വെക്കാറില്ല, അത് എവിടെയെങ്കിലും മാറ്റിയിടും. ഇപ്പം നമ്മൾ പുറത്ത് പോകുന്ന ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോൾ അതിൻ്റെ കൂടി തന്നെയൊക്കെ വെച്ചിട്ടുണ്ടാവും. അതാണ് പറ്റിയത്. അപ്പോൾ എവിടെയൊക്കെയോ മറിഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതേ ഷോപ്പ് ആൻഡ് സേവിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് യാതൊരു നിവൃത്തിയില്ല. അങ്ങനെ പിന്നെ ഒരു റൗണ്ട് കൂടി എടുത്ത് വേറെ വഴികളിലൂടെയാണ് ഈ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ വരണത് കേട്ടോ. കാരണം നമ്മൾ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം തപ്പി അങ്ങ് ദൂരെ ആയിപ്പോയി. പിന്നെ വീണ്ടും നമുക്ക് അവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്നപ്പോൾ നേരത്തെ വന്ന വഴി തന്നെ വേറൊരു സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും ചുറ്റിക്കറങ്ങി അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ എത്ര ചുറ്റിക്കറങ്ങിയാലും നമ്മൾ എൻജോയ് ചെയ്യും. ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. അപ്പോൾ ഈ മുമ്പിലുള്ള കാറിനെ കൊണ്ട് വലിയ ശല്യമായിരുന്നു. കാരണം അവർക്ക് വലിയ കാറായതുകൊണ്ട് തന്നെ അവർക്ക് റിവേഴ്സൊക്കെ പോരേണ്ടി വന്നു പല സ്ഥലത്തും. അങ്ങനെ അതൊരു പണിയായി. അപ്പോൾ മിസ്റ്റർ ബീൻ സ്റ്റെയർകേസ് കയറുന്ന അവസ്ഥയിൽ പോയി ഞങ്ങളുടേത്. അവരുടെ സ്പീഡിനനുസരിച്ച് നമ്മൾ പതിയെയൊക്കെ നിൽക്കേണ്ടി വന്ന് അങ്ങനെ കുറേ അധികം നേരം അവിടെയും പോയി. അങ്ങനെ സെയിൻറ്റ് മേരീസ് സ്കൂളിൻ്റെ അവിടെ കൊണ്ടുപോയി വണ്ടിയും പാർക്ക് ചെയ്തിട്ടാണ് നടന്ന് നമ്മുടെ ഷോപ്പ് ആൻഡ് സേവിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ റിച്ചാർഡ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മമ്മിക്ക് വേണ്ടതെല്ലാം അവിടെ നിന്ന് മേടിക്കണേ. കാരണം ഷോപ്പ് ആൻഡ് സേവ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ബോധം പോകും. പിന്നെ എന്തൊക്കെയാണ് ഞാൻ അവിടെ കാട്ടിക്കൂട്ടണമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം ഞാനവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്തെല്ലാം സാധനങ്ങൾ വാരിക്കൂട്ടി മേടിക്കും എന്നുള്ളത്. അത്രയും ഭംഗിയാണ്. പക്ഷേ ഇത്തവണ ചെന്നപ്പോൾ ഒരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബാക്ക് ടു സ്കൂൾ പരിപാടികളായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു. അത് ഏതായാലും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെയാണ്, പക്ഷെ നമ്മൾക്കതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയും അവിടെ പൈസ പോയില്ല. എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ പൈസ പോയില്ല. എങ്ങോട്ട് നോക്കിയാലും ബാക്ക് ടു സ്കൂൾ കാര്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നത്. ബാഗുകളൊക്കെ വെറൈറ്റി ബാഗുകളാണ് കുട്ടികളുടെ. അതൊക്കെ കണ്ടിട്ട് ഞാൻ തൊട്ടും പിടിച്ചൊക്കെ നോക്കി. പക്ഷെ അത് നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടല്ല. അതുപോലെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടേതായത്. അതൊന്നും നമുക്ക് വേണ്ട. അങ്ങനെ അവിടെ ഏതായാലും എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 1 രൂപ പോലും ചിലവാക്കേണ്ടി വന്നില്ല. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും തോന്നി. കണ്ടു കഴിഞ്ഞാൽ ഞാൻ മേടിച്ചില്ലെങ്കിൽ എനിക്കൊരു വിഷമമാണ്. അപ്പോൾ ഇങ്ങനെ വിഷമിച്ച് പോരേണ്ടതായ ഒരു കാര്യം ഇവിടെ കണ്ടില്ല. അപ്പോൾ ഈ വഴിയിലൊക്കെ ആളുകൾ നട്ടുച്ചക്കാണെന്നുണ്ടെങ്കിലും വെയിലും കൊണ്ട് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, ടൂറിസ്റ്റുകളാണ്. പിന്നെയാണെങ്കിൽ ഇതിങ്ങനെ ഊണ് കഴിക്കുന്ന സമയവും റെസ്റ്റ് എടുക്കുന്ന സമയമൊക്കെ ഇതുകൊണ്ട് തന്നെ കടയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വൈകുന്നേരമൊക്കെയാണെങ്കിൽ നിറയെ ഫോറിനേഴ്സ് ആയിരിക്കുള്ളൂ. ഇപ്പോൾ എല്ലാവരും അവരുടേതായ കിടക്കാനും ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ പോയി കാണണം. അപ്പോൾ അതുകൊണ്ട് സമാധാനപരമായിട്ട് ഇവിടെ ഓരോ കാര്യങ്ങൾ നോക്കാൻ സാധിച്ചു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഇപ്പോൾ മാറ്റി മൊത്തത്തിൽ കീ ചെയിനാണ് ഇപ്പോൾ വിട്ടേക്കുന്നത്. അതൊന്നും എനിക്ക് മേടിക്കാൻ തോന്നില്ല. കാരണം ഇതുപോലത്തെ കീ ചെയിൻ പലതും നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ട്, കാണാൻ ഭംഗിയായിട്ട് മേടിക്കണം, ഉപയോഗിക്കാറില്ല, വെറുതെ വേസ്റ്റായിട്ട് മാറ്റി വെച്ചേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് നോക്കി അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സാറ്റിനൊക്കെ കൊടുക്കാനായിട്ട് ഇനി ഒരു ഗിഫ്റ്റ് എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ലെന്ന് വേണം പറയാനായിട്ട്. കാരണം ഈ ഒരു സമയം കൊണ്ട് റിച്ചാർഡ് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഗിഫ്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനി എന്ത് കൊടുക്കണമെന്നുള്ളത് ഒരു പിടുത്തമില്ലാതെയാണ് നിൽക്കുന്നത്. ചോക്ലേറ്റ്സ് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നട്ട്സ്, അങ്ങനെ വെറൈറ്റി നട്ട്സുകൾ കൊടുക്കണം. പക്ഷേ ഇവിടെ നട്ട്സ് നോക്കിയപ്പോഴത്തേക്കും ഒന്നും കൊടുക്കാൻ പറ്റിയ നട്ട്സൊന്നും കണ്ടില്ല. അപ്പോൾ ഇത് പാക്ക് ചെയ്യാനായിട്ട് ഒരു ബോക്സ് വേണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ബോക്സ് അവിടെ കിട്ടി. അപ്പോൾ ആ ഒരു ബോക്സ് ഏതായാലും ആദ്യം മേടിച്ച്, എം ടി ആണ്, അതിൻ്റെ അകത്തേക്ക് നമുക്കിത് ഗിഫ്റ്റുകൾ കയറ്റാം.
അപ്പോൾ റിച്ചാർഡ് ചെയ്യണത് എന്താണ്, റിച്ചാർഡ് കാറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് റിച്ചാർഡ് കാറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റിച്ചാർഡ് അവിടെ ഈ കാറിൻ്റെ പുറകെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറൊക്കെ മേടിക്കാൻ നിൽക്കല്, ഇനി കല്യാണം കഴിയട്ടെ എന്നിട്ട് കാറ് മേടിക്കാൻ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. കാറ് കണ്ടത് അതിൻ്റെ പിന്നാലെ പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കറങ്ങി നടന്നാണ് ഈ സാധനങ്ങൾ നോക്കണത്. എന്താണ് അവൾക്ക് കൊടുക്കേണ്ടത്, എൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ ഓർക്കണത്. അപ്പോൾ അവനായിട്ട് വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങളൊക്കെ നേരത്തെ കൊടുത്തതുകൊണ്ട് അത് തന്നെ ഇനി റിപ്പീറ്റ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വാച്ച് പെർഫ്യൂമൊക്കെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് വലിയ താല്പര്യം കാണിച്ചില്ല അവൻ. അപ്പോൾ അതുകൊണ്ട് വേറെ എന്താ കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ചിന്തയിൽ ഒരു കാര്യവും കിട്ടിയില്ല, അവിടെ നിന്ന് കണ്ടില്ല. അപ്പോൾ അവൻ പറഞ്ഞു മമ്മി അവൾക്ക് സോഫ്റ്റ് ടോയ്സൊക്കെ ഇഷ്ടമാണ്, അതൊക്കെ നല്ലതല്ലേ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞ് ഇനിയിപ്പോൾ സോഫ്റ്റ് ടോയ്സിനെ പിടിച്ചിരിക്കാനാണ് അവിടെ പോണത്, കല്യാണം കഴിഞ്ഞിട്ട് സോഫ്റ്റ് ടോയ്സിനെ അതൊക്കെ സിംഗിൾ ആകുമ്പോഴാണ് സോഫ്റ്റ് ടോയ്സിനൊക്കെ പിടിച്ചിട്ടിരിക്കുക, ഇനി അതൊന്നും വേണ്ട എന്നും തമാശ കളിയാക്കി ഞാൻ ഓരോ കോമഡിയിലൂടെയൊക്കെ പറഞ്ഞ്. അപ്പം ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോക്ലേറ്റ്സിൽ തന്നെ പിടിച്ച് പിന്നെ ദേ ഒരു സംഭവം കൂടിയിട്ടൊക്കെ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, ഒരു കുഞ്ഞ് ബോക്സ്. അപ്പോൾ നമ്മളിങ്ങനെ വാച്ച് അങ്ങനെ പെർഫ്യൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കറക്റ്റായിട്ട് വെക്കാൻ സാധിക്കും. ഇപ്പം നമുക്കതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കുറേ നമ്മൾ കൊടുത്തതായതുകൊണ്ട് അതൊന്നും മേടിച്ചില്ല. പിന്നെ ഒരു എൻവലപ്പ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് അവൻ എന്തോ പേഴ്സണലായിട്ടുള്ളൊരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്, അത് വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് തന്നെ ആദ്യം ബൊക്കെ ഓർഡർ കൊടുത്തിട്ടാണ് ഷോപ്പ് ആൻഡ് സെയിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ബൊക്കെ റെഡി ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് തുറന്ന എൻവലപ്പ് എടുത്തിട്ട് അതിനകത്തേക്ക് റിച്ചാർഡ് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ലെറ്ററും കൂടി അതിനകത്ത് വെക്കണം. അപ്പോൾ ഏതായാലും ഇത് തുറക്കാതെ പറ്റില്ല. അപ്പോൾ ഒന്നും കൂടി ആസ്വദിക്കാമല്ല എനിക്കെന്ന് വിചാരിച്ച് ഞാനും അതൊക്കെ തുറന്നൊക്കെ നോക്കിയിട്ട് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ്. ഇങ്ങനെയുള്ള നല്ല ഗിഫ്റ്റ് ബോക്സൊക്കെ നമുക്കതൊന്നും കിട്ടാൻ യാതൊരു വഴിയൊന്നും വരെ ഉണ്ടായിട്ടില്ല. എങ്കിലും നമ്മളുടെ ആഗ്രഹം മറ്റുള്ളവർക്ക് കൊടുക്കാമല്ല, അത്ര തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ചിന്താഗതികൾ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു റിബൺ വെച്ചേക്കണത് കറക്റ്റ് അതേ ആ ഒരു പ്രിൻ്റ് തന്നെയാണ് കേട്ടോ, അതേ പ്രിൻറ്റിലുള്ള റിബൺ തന്നെയാണ്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അപ്പോൾ അങ്ങനെ അതിന് ആ ഒരു ഹാൻഡിലിൽ ടൈ ചെയ്തിട്ട് വെക്കണം, അതും ഒരു പണിയുണ്ട്. അപ്പോൾ റിച്ചാർഡ് ആണെങ്കിൽ ആകെ പറഞ്ഞ മമ്മി അവൾക്ക് കിൻഡർ ജോയ് ഇഷ്ടമാണ്, കിൻഡർ ജോയ് എടുക്കാമെന്ന് പറഞ്ഞ് ഈ കിൻഡർ ജോയ് അവനാണ് കൊണ്ടുവന്ന് വെച്ചത്. അതെനിക്ക് അറിയില്ലായിരുന്നു, കിൻഡർ ജോയൊക്കെ ഈ കൊച്ചിന് ഇഷ്ടമാണെന്നൊന്നും എനിക്കറിയില്ല. ചോക്ലേറ്റ്സ് അങ്ങനെ അധികം കഴിക്കുന്നില്ല, എങ്കിലും അവിടുത്തെ എന്താ പറയുന്നത് കസിൻസ് പിള്ളേരൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ ചോദിച്ചാൽ നമ്മൾ ചോക്ലേറ്റൊക്കെ ഇതിനകത്ത് കൂടുതലും വെച്ചത്. നട്ട്സ് നമ്മൾ വിചാരിച്ച പോലത്തെ ഇവിടെ ഉണ്ടായിരുന്നില്ല, പിന്നെ നമുക്ക് നോക്കി നടക്കാൻ നേരവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ആ ഒരു കിൻഡർ ജോയ് ഏറ്റവും അവസാനം റിച്ചാർഡ് കൊണ്ടുവന്നിട്ട് അതിനകത്തേക്ക് വെച്ചതാണ് കേട്ടോ. അപ്പോൾ റിച്ചാർഡ് പറയുകയും ചെയ്ത് ഏറ്റവും അധികം കിൻഡർ ജോയ് ആണ് സാറ്റിന കഴിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതിൽ വലിയ സന്തോഷമായി കേട്ടോ. അവനാണ് മറ്റുള്ളതെല്ലാം ഞാൻ എടുത്തേക്കണത്, എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തത്, ഈ കിൻഡർ ജോയ് മാത്രമാണ് അവൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഓടിക്കൊണ്ടുവന്നിട്ട് വെച്ചത്. ഞാൻ ഇങ്ങനെ അതും കൂടി ഇരുന്നോട്ടെ എന്നും പറഞ്ഞിട്ട് എല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഓടിക്കൊണ്ടുവന്നിട്ടാണ് വെച്ചത്. അത് എനിക്ക് തോന്നുന്നു അവൻ കിൻഡർ ജോയ് തപ്പി അവിടെ നടന്നെന്ന് തോന്നുന്നു. അത് കിട്ടിയത് ആ സമയത്ത് ഏറ്റവും അവസാന സമയത്ത്. അപ്പോൾ ഓടിക്കൊണ്ടുവന്നിട്ട് ഇത് കൂടിയിട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഇത് ഈ ഒരു സംഭവം അത് വല്ലയിടത്തും ഇങ്ങനെ വെക്കല്ല. അപ്പോൾ അതാണ് എടുത്തത്, അല്ലാതെ വേറെ ഒരു ഗിഫ്റ്റുകൾ നമ്മളിങ്ങനെ മനസ്സിൽ പലതും കണക്ക് കൂട്ടി എങ്കിലും അതൊന്നും അവിടെ കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ സ്കൂൾ സാധനങ്ങളാണ് അവിടെ. ഇപ്പം എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ക്രിസ്മസ് ടൈമിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ മാത്രമായിരിക്കുള്ളൂ നിറച്ച് വെച്ചിട്ടുണ്ടാകുക. അങ്ങനെ ഓരോ സീസണായിട്ടുള്ള സാധനങ്ങൾ അവിടെ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇത്തവണ ഇങ്ങനെ പണി കിട്ടിപ്പോയി ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കുഞ്ഞ് ബോക്സിൽ കുറച്ച് പെറ്റൽസ് ഇട്ടിട്ട് അതിൻ്റെ മീതയിൽ ആ ഗിഫ്റ്റ് വെക്കാനായിരുന്നു ഇഷ്ടം. പക്ഷേ ആ പെറ്റൽസും അവിടെ കിട്ടിയില്ല, അതുകൊണ്ട് വെറുതെ അത് വെക്കേണ്ടി വന്നു. പിന്നെ നമ്മുടെ റിച്ചാർഡിൻ്റെ ആ ഒരു ലെറ്റർ എഴുതിയേക്കുന്നത് മടക്കി അതും ഒന്ന് അകത്തേക്ക് വെച്ചിട്ട് വേണം ഇത് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേഗം അതൊക്കെ മടക്കി ലെറ്ററെല്ലാം മടക്കി അതിനകത്തൊക്കെ വെച്ച് ആ റിബൺ എടുത്ത് കെട്ടി. എനിക്ക് ആ റിബൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം അതിൻ്റെ ആ പ്രിൻറ്റ് ഒരേപോലെ ആയതുകൊണ്ടാണ് എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടത്. അപ്പോൾ റിച്ചാനാണെങ്കിൽ അപ്പോൾ തന്നെ ലേസ് കഴിക്കണം, കൊക്കക്കോള കുടിക്കണം, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പോകാനുള്ള നേരമില്ലേ, ഒരുങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. 5 മണിക്ക് ശേഷം ചെല്ലാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത്. അപ്പോൾ ഇതെല്ലാം വരുത്തിച്ചിട്ട് പിന്നെ അവൻ അവിടെ നിന്നിട്ട് ആ ലേസും അതും ഇതൊക്കെ ഇന്ന് കഴിച്ച് ഏകദേശം ഒരു 5:45 വരെ ആയപ്പോഴാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ.
അപ്പം നമ്മുടെ റൂബിക്ക് വെച്ച് ഭയങ്കര ഹാപ്പിയിൽ വെപ്രാളം പിടിച്ച് നിൽക്കണേട്ടാ, എന്നെ കൊണ്ടുപോകൂലേ എന്നൊക്കെയുള്ളൊരു ടെൻഷനില്ല. അതുകൊണ്ട് അവളെ നേരത്തെ തന്നെ ഞങ്ങൾ ബെൽറ്റ് ഇടിച്ച് കൊണ്ടുപോകും എന്ന് മനസമാധാനമായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ബെൽറ്റ് ഇട്ടാൽ ഉറപ്പാണ്, സന്തോഷമാണ്. പിന്നെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണും ഉണ്ട്, ഒരു കയ്യിൽ ബൊക്കയും ഈ ഒരു ബോക്സൊക്കെ ഇരിക്കണമെന്ന് കൊണ്ട് തന്നെ ഞാൻ പപ്പയെടുത്ത് തന്നെ എൻ്റെ ചെരുപ്പൊന്നും എടുത്ത് തരുമെന്ന് ചോദിച്ചാൽ കേട്ടോ. അപ്പോൾ അങ്ങനെ പപ്പ ചെരുപ്പെടുത്തൊക്കെ തന്ന് അങ്ങനെ ദേ ഇറങ്ങണേണ് കേട്ടോ. അപ്പോൾ റൂബി കൊച്ചിന് എത്രയും പെട്ടെന്ന് കാറിൽ കയറാൻ വേണ്ടി നിൽക്കണേണ് കേട്ടോ. ഇനി എങ്ങനെ കൊണ്ടുപോകാതെ പോകാതെ ഇപ്പോഴും അവൾക്ക് സംശയമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതേ മണവാളച്ചക്കൻ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ആകെ ഒരു 5 മിനിറ്റത്തെ ഡ്രൈവേ ഉള്ള വീട്ടിലേക്ക്. തൊട്ടടുത്ത് തന്നെയാണ്, തോമ്പടി തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ വീടും തോപ്പുംപടിയിലാണ്. ഇപ്പം ഞാൻ കല്യാണം കഴിച്ച് വന്നിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഒരു 2 കിലോമീറ്റർ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു ഡിസ്റ്റൻസ്. പെട്ടെന്ന് തന്നെ എത്തും. അതുകൊണ്ട് നമുക്ക് പോക്ക് വരവിനൊക്കെ വളരെ സുഖമാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ അവിടുത്തെ ഇടവക തന്നെയാണ് ഈ കുട്ടിയുടെയും ഇടവക. സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചാണ് തോപ്പുംപടി. അത് തന്നെയാണ്, ഒരേ ഇടവക്കാരാണ്. അപ്പോൾ അങ്ങനെ റൂബിനെ കൊണ്ട് കയറുമ്പോൾ എനിക്കൊരു ടെൻഷനാണ്. കാരണം ഞാൻ തന്നെ വേണം റൂബിനെ നോക്കാനായിട്ട്. അപ്പോൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും, വഴിയിലേക്കൊക്കെ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ലീഷിൽ പിടിക്കാൻ പേടിയാണ്. അത് പൊട്ടിപ്പോകുമോ അങ്ങനെയൊക്കെ ഒരു പേടി വരും. ഇവൾ പെട്ടെന്ന് ഓടി വണ്ടിയുടെ അടിയിലോട്ടെങ്ങാനും പോയി അപകടം സംഭവിക്കും. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവളെ എടുത്തുകൊണ്ടേ നടക്കുകയുള്ളൂ. വേറെ ആരുടെ അടുത്തും ഇവൾ ഇരിക്കില്ല. പിന്നെ റയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ റയൻ എടുക്കും കേട്ടോ. ഇപ്പോൾ റിച്ചാർഡ് ആണെന്നുണ്ടെങ്കിൽ ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, മമ്മി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞെങ്കിലും അവനതൊക്കെ ആ സമയത്ത് അവന് മറന്നു പോകുമെന്ന് എനിക്കറിയാം. കാരണം അവനൊരു ടെൻഷനും ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ആധികാരികമായ ഒരു പെണ്ണ് കാണൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു പേടി, ഒരു ടെൻഷനൊക്കെ ഉണ്ടാകും. കാരണം ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ കുറേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കുറച്ച് ബന്ധുക്കളും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കറിയാം അവനെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ലെന്ന് എനിക്കറിയാം. എങ്കിലും സാരമില്ല, അവരുടെ വീട്ടിൽ ചെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അവൾ എല്ലാ റൂമിലും ഓടി നടന്നോളൂ കേട്ടോ. ആ ലീഷ് വിട്ട് ബെൽറ്റ് മാത്രം ഇട്ട് അങ്ങോട്ട് നിർത്തിയാൽ മതി. അങ്ങനെ ഞങ്ങൾ പോയി. അവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ എന്തായാലും കാണിക്കൂല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയി വന്നതാണ്, ഇരുട്ടായി. പോയി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് 8 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നണം. പിന്നെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണമൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, കിടന്നാൽ മതി. അപ്പോഴേക്കും എനിക്ക് പിന്നെ നമ്മുടെ റയൻ കൊച്ചിൻ്റെ ഫോൺ കോൾ വന്ന്, പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോൺ കോൾ വന്ന്. ഏകദേശം 12 മണിയായിട്ടാണ് എനിക്ക് കിടക്കാൻ സാധിച്ചത്. അപ്പോൾ റയൻ ആദ്യമായിട്ടാണ് പോയതിന് ശേഷം കോൾ ചെയ്യുന്നത്. അതുവരെയും ടെക്സ്റ്റ് ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്യും, അത്രയേ ഉള്ളൂ. റയൻ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര ഉണ്ടാകുന്നുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. നാളെ വീണ്ടും കാണാം. താങ്ക്